അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സൗദയുടെ വീട്ടിൽ കുടിയിരിക്കലിനുള്ള പണികളെല്ലാം ജോറായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയം ഷെറീനയും റാഹിലയും അതെ പിന്നെ കുടിയിരിക്കലിന് പോകുമ്പോൾ എന്താ കൊണ്ടുപോവുക, എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റൂലല്ലോ. അതൊക്കെ പെണ്ണെ വലിയ വീടല്ലേ, അങ്ങനത്തെ വലിയ വീട്ടിലൊക്കെ നമ്മൾ ചെറിയ സാധനം കൊണ്ടുപോകണമൊക്കെ അതിപ്പോൾ എങ്ങനെ പറ്റുമോ? എന്നാലും ഇടി മോശമല്ലേ, കൊണ്ടുപോകാൻ പറ്റൂല. ആ ആയുഷ്മ തന്ന കുറച്ച് പൈസ ഉണ്ട്, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടുപോവാം. നമ്മൾ ഓലെ മുമ്പിൽ മോശക്കാരാവരുതേ, എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണം. ആ എന്തൊക്കെ തന്നെയാലും ഇപ്പോൾ പുത്തൻ വീട് തറവാട്ടുകാരായിട്ട് വലിയ സുഖത്തിലല്ലല്ലോ. ഓലെ മുമ്പിലൊന്ന് ആളാവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണം, കൊണ്ടുപോകാൻ പറ്റൂല. ആയുഷ്മ കഴിഞ്ഞ പ്രാവശ്യവും ഇപ്രാവശ്യവും തന്ന ആ ഒരു പൈസ അവളുടെ കയ്യിലുണ്ട്. തള്ളൻ്റെ അടുത്ത് കിടക്കൊക്കെ ചെന്നാലേ എന്തെങ്കിലും കിട്ടും. ഇനിയിപ്പോൾ എങ്ങനെയൊക്കെ ചെന്നാലും ഒന്നൊരു 2000 ഉറുപ്പ്യയിൽ കുറഞ്ഞത് തരൂല, അങ്ങനെയാണ്. പക്ഷേ ഷമ്മാസിന് നമ്മളാണ് ചെല്ലുന്നത് ബേജാറാണ്. മൂപ്പർക്ക് എന്താന്നാവും അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ബേജാറ്. എടി പെണ്ണെ ബേജാറെന്താ, അന്ന് അത്രയും കണ്ട പണ്ടം മുഴുവനും കട്ടുകൊടുന്നതല്ലേ നമ്മൾ, എനിക്ക് ഓർമ്മയില്ലേ ജല എനിക്ക് എടുത്തുന്നതൊക്കെ. ആ അതൊക്കെ എൻ്റെ പൊന്നാര താത്ത, എനിക്കത് ആലോചിക്കുമ്പോൾ വല്ലാത്ത വേദനയാണ്. ഇപ്പം എത്രയാണ് സ്വർണത്തിൻ്റെ വില, ഇന്നത്തൊക്കെ വില എന്ന് വെച്ചാൽ എത്രയാണ് റബ്ബേ. 1,14,000 15,000 ഒക്കെ പണിക്കൂലിയും കൂടി ആകുമ്പോൾ എന്തായാലും ഇപ്പോൾ റബ്ബെ ഞാൻ 1,50,000 ആവും തോണ്ടൊരു പവന്. അതൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ആ പണ്ട് എവിടെയാണ് നിനക്കൊരു പിടുത്തമില്ല. എന്നും ഞാൻ അങ്ങനെ വിചാരിച്ചു, എത്ര കൊത്തി കഴിച്ചു, കിട്ടിയില്ലല്ലോ. ഏതായാലും എപ്പോഴാണ് ഞാൻ മറ്റീറ്റങ്ങൾ വന്ന് നമ്മളെ കൊണ്ടുപോകല്, നമ്മളോട് എടുത്തു വെക്കാൻ പറഞ്ഞാണ്. പണ്ട് എവിടെയാണെങ്കിലും അവർക്ക് കിട്ടിയിരിക്കണം. നമ്മൾ കരഞ്ഞ് പറഞ്ഞ് ഏതായാലും ജാമ്യത്തിലേക്ക് ഇറക്കി വിട്ടാണ്. ഇനി എപ്പോഴാണ് ആ വറ്റങ്ങൾ കയറി വരിക, അതാണ് ബേജാറ്. അങ്ങനെ പേടിച്ചെന്നാലേ ഒന്നും നടക്കൂല. കുറച്ചൊക്കെ നമുക്കും ധൈര്യം വേണം. എന്തപ്പോൾ കിട്ടാഞ്ഞപ്പോൾ എന്ത് ചെയ്യണേ, എന്നാലും പൊന്നാർത്താത്തി എത്രങ്ങാനും പണ്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ നമ്മൾ വിറ്റിക്കണി കോടിപതികളായിരുന്നു. കിട്ടിയതായി ഇഞ്ച് വല്ലാതെ അതിന് നിൽക്കണ്ട. ഇനി ആയുഷ്യന്മാരുടെ അടുത്തേക്ക് വരണം, കയറി കൂടെ എന്തെങ്കിലും കിട്ടാതിരിക്കൂല. ഷെറീന അത് പറഞ്ഞു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഷമ്മാസ് ഇല്ലാത്ത നേരം നോക്കി പോകണം. ഓൻ ഷോപ്പിലുണ്ടോ ഇല്ലയെന്ന് ആദ്യം നോക്കണം. അവിടെ നിന്ന് അത് ഉറപ്പ് വരുത്തിയിട്ടേ പോകാൻ പറ്റുള്ളൂ. ഷമ്മാസിൻ്റെ എൻ്റെ അടുപ്പിച്ചൂലേ, ഓനിപ്പോൾ വലിയ ഇതില്ല. ഒരിക്കലേ നമ്മൾ നല്ലോണം ഇതാക്കി പോന്നതല്ലേ, അതിൻ്റെതുകൊണ്ടേക്കും. ഏതായാലും റബ്ബേ, ഞമ്മക്ക് ആയുഷ്യന്മാരെ ചുറ്റിപ്പറ്റിന്ന് എന്തെങ്കിലും കിട്ടാവുന്നിരിക്കൂല. അവർ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയം അതാ ഹോസ്പിറ്റലിൽ ഉമ്മ കുഞ്ഞിൻ്റെ ആ കുഞ്ഞിക്കാലുകൾ ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മയുടെ മുഖത്ത് പുഞ്ചിരിയാണ്. ഉമ്മ. എന്നാൽ നുസൈബ് വിളിച്ചു, ഉമ്മ. മോളെ നുസിയെ, ഉമ്മാൻ്റെ കുട്ടി വീട്ടിലേക്ക് പോയിക്കോളി, ഏതായാലും ഇന്നല്ലെങ്കിൽ നാളെ ഡിസ്ചാർജ് ആവും. ഉമ്മാനെ കൊണ്ട് ഈ ശ്വാസം മുട്ടിന് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ഒരു ബേജാറ്. ഉമ്മ സംസാരിക്കല്ലേ. അല്ല മോനെ, നുസിനെയും കുട്ടീനെ അങ്ങോട്ട് പറഞ്ഞേച്ചാളി പെരീക്ക്. ഇവിടെ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, ആ പിഞ്ച് പൈതലല്ലേ, അതിനത് വേഗം ഏൽക്കും, പറഞ്ഞേച്ചാളി. എന്നാൽ നുസൈബ പറഞ്ഞു, ഉമ്മ അതൊന്നും വേണ്ട, അതിനെന്താ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഉമ്മ നിങ്ങൾക്ക് വയ്യാതായി പിന്നെ ആരുമ്മ നോക്കാനേ, ഞാനല്ലേ ഉള്ളത്. പിന്നെ സമീറത്തേക്ക് അത് അറിഞ്ഞാൽ ഓടിയെത്തും, പക്ഷെ അവരും ഗർഭിണിയല്ലേ. ഉമ്മ സാരല്ല, ഞാൻ നിന്നോളാം, കുഴപ്പമില്ല. എന്നാൽ ഷമ്മാസ്, നുസൈബ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാം, നീ പോയിക്കോ നിൻ്റെ വീട്ടിലേക്ക്, ഉമ്മയുടെ അടുത്ത് ഞാൻ മതി. ഇക്കങ്ങൾ എന്തീ പറയണത്, ഉമ്മാൻ ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങനെ ഒറ്റക്കിട്ട് പോവേ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, കുഞ്ഞിന് ബുദ്ധിമുട്ടായിരിക്കും, നീ ചെല്ല്, ഞാൻ നിന്നെ കൊണ്ടാക്കി തരാം. ഉമ്മ ഞാനവളെ കൊണ്ടാക്കി കൊടുത്താലോ. മോനെ കൊണ്ടാക്കി കൊടുത്താളി, നല്ല മട്ടത്തിൽ നിൽക്കാൻ കേട്ടോ. മോളെ നുസിയെ, കുട്ടിയെ നല്ല നോക്കണ്ടടി, ശ്രദ്ധിക്കണം കേട്ടോ. ഉമ്മ നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ട, ഞാൻ ഉമ്മാനായിട്ട് ഇവിടുന്ന് പോകണില്ല, ഞാൻ ഇവിടെ നിന്നോളാം ഉമ്മ. അതിനിപ്പോൾ എന്തുമ്മ, ഇവിടെ റൂമും കാര്യങ്ങളെല്ലാം ഉള്ളതല്ലേ, ഞാൻ ഇവിടെ നിന്നോളാം, ഒരു കുഴപ്പമില്ല ഉമ്മ, അതിനെന്താ. മോളെ ഉമ്മാനെ കുട്ടി ചെന്നാളി, ഉമ്മാണ്ട് വന്നിട്ട് പെരീക്ക് ചെല്ല, അങ്ങോട്ട് പോയിക്കോളി. മോനെ ഷാമോനൊന്ന് ആക്കി കൊടുത്താളി ഉമ്മാൻ്റെ കുട്ടി. ഐഷുമ്മ വിതുമ്പുന്ന രീതിയിൽ അത് പറയുന്നു. എന്നാൽ നുസൈബക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. ഇക്ക നിങ്ങൾ എന്തേ പറയണത്, കുഞ്ഞുണ്ടെന്ന് വിചാരിച്ചിട്ട് ഉമ്മാനെ നോക്കാതിരിക്കാൻ കഴിയോ? ഉമ്മ നമ്മളുമ്മല്ലേ,
എന്തുണ്ടെങ്കിലും ഉമ്മയല്ലേ നമ്മളെ കാര്യത്തിനൊക്കെ ഇറങ്ങി തിരിച്ചത്. ഇക്ക എനിക്ക് കഴിയൂല അവിടെ വീട്ടിലൊറ്റക്ക് ഉമ്മാനവിടെ ഇട്ട് പോയി നിൽക്കാന്ന് വെച്ചാൽ എനിക്കങ്ങനെ ഇക്ക സമാധാനം ഉണ്ടാവുമോ? ഇക്ക കുഞ്ഞുണ്ടായാലെന്താ? ഇത്ര മക്കൾക്ക് ഹോസ്പിറ്റലിൽ കഴിയുന്നുണ്ട്, അതൊന്നും സാരമില്ല ഇക്ക, അങ്ങനെ പേടിച്ചു കൊണ്ടിരുന്നാലോ? എനിക്ക് ആ പേടിയും കാര്യങ്ങളൊന്നുമില്ല. നുസി, നീ ഡോക്ടറല്ലേ, ഡോക്ടറാൻ പഠിക്കണ പെണ്ണല്ലേ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇക്ക അതൊന്നും പ്രശ്നമല്ല, ആര് പറഞ്ഞു അതൊക്കെ? ഏയ് അങ്ങനെയൊന്നുമില്ല, എനിക്ക് ആ പകരണ ആ പേടിയേ ഇല്ല. എന്താ അല്ലെങ്കിൽ പേടിക്കാനതൊക്കെ? അതൊക്കെ പടച്ച റബ്ബ് വിചാരിച്ച പോലെയല്ലേ. അല്ലെങ്കിൽ ഉമ്മാക്ക് ഇപ്പം എന്താ മാരക അസുഖമൊന്നും ഇല്ലല്ലോ. ഉമ്മാൻ്റെ അസുഖം ഇപ്പം എന്താ? ഉമ്മാക്ക് എന്തുണ്ടായാലും ഞാനല്ലേ ഇക്ക നോക്കേണ്ടത് ഉമ്മാനെ. നുസൈബയുടെ വാക്ക് കേട്ട് ഒരു നിമിഷം ഷമ്മാസിൻ്റെ കണ്ണുകൾ ഒന്നു. ശരിയാണ്, നമ്മൾ തന്നെയാണ് ഉമ്മാനെ നോക്കേണ്ടത്, വേറെ ആരുമില്ല. ഉമ്മ നമുക്ക് വേണ്ടി ത്യാഗം സഹിച്ചത്ര ആർക്കും സഹിച്ചിട്ടില്ല. ശരിയാണ്. അപ്പോൾ പക്ഷെ നമ്മുടെ കുഞ്ഞിനെ വിചാരിച്ചിട്ടാണ് ഉമ്മ പറയുന്നത് കണ്ടില്ലേ. പിന്നെ സിസ്റ്റർമാർ അവിടെ നിന്ന് പറഞ്ഞിരുന്നു ചെറിയ കുഞ്ഞിനെയും കൊണ്ടൊക്കെ ഹോസ്പിറ്റലിൽ നിൽക്കണം അത്ര നല്ലതല്ല എന്നും പറഞ്ഞില്ലേ. അപ്പോൾ പിന്നെ അതാണ് ഇക്ക. എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു റൂം ഇവിടെ എടുത്തു തന്നാൽ ഞാൻ നോക്കിക്കോളാം ഉമ്മാനെ. അതെ, ഇടയ്ക്ക് ഇക്ക പോയി നിൽക്കണം, അപ്പോൾ ആ സമയത്ത് ഞാൻ റൂമിലിരിക്കാം, അല്ലാത്ത സമയത്ത് അങ്ങനെ ആയിക്കൂടെ? എൻ്റെ പെണ്ണെ, നിനക്കെന്താ അത്ര ഇതെന്താ? ഞാൻ ഉണ്ടല്ലോ ഇപ്പോൾ ഇവിടെ, എൻ്റെ ഉമ്മാനെ ഞാൻ നോക്കിക്കോളും. എൻ്റെ ഉമ്മാനെ ഞാൻ നോക്കണേന് എനിക്ക് ഒരു മടിയില്ല, ഞാൻ എങ്ങനെ വെച്ചാൽ നോക്കും. ഒരു പെണ്ണിൻ്റെ സഹായം വേണ്ട എനിക്ക് ഉമ്മാനെ നോക്കാൻ. അത് എൻ്റെ ഉമ്മയാണ്, എന്നെ പ്രസവിച്ച ഉമ്മയാണ്. ഒരാളുടെ ഹെൽപ്പ് വേണ്ട, ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കണില്ല. ഉമ്മാക്ക് ഇനി എത്ര മക്കളുണ്ടെങ്കിലും മരുമക്കളുണ്ടെങ്കിലും എനിക്ക് എൻ്റെ ബാധ്യത, എനിക്ക് എൻ്റെ കടമ നിറവേറ്റുക തന്നെ വേണം. കാരണം ഉമ്മ അത് എൻ്റെതാണ്, എൻ്റെ ഉമ്മയാണ്. അപ്പോൾ ആരെന്തൊക്കെ തന്നെ എന്തു പറഞ്ഞാലും ഉമ്മയെ നോക്കുന്ന കടമ ഞാൻ ചെയ്തോളാം. നുസി പ്ലീസ്, നീ ഇവിടെ നിൽക്കണ്ട, ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല, ബുദ്ധിമുട്ടില്ല. എൻ്റെ ഉമ്മക്ക് സുഖമായി ഞാനും ഉമ്മ അങ്ങോട്ട് പോകുന്നുള്ളൂ പുത്തൻവീട് തറവാട്ടിലേക്ക്. ഇക്ക അത് നുസി, ഞാൻ പറയുന്നത് കേൾക്ക്, ഉമ്മയതാ പറയുന്നത്, കുഞ്ഞിനെയും കൊണ്ട് നീ നിൻ്റെ വീട്ടിൽ പോ, ഞാൻ ആക്കിത്തരാം. അപ്പോൾ തന്നെ ഉമ്മയുടെ അടുത്തേക്ക് ഷമ്മാസ് വന്ന്, മോനെ ഓളെ കൊണ്ടാക്കി കൊടുത്തോ, ആ കുട്ടീനെ വിചാരിച്ചെങ്കിൽ ഒന്ന് കൊണ്ടാക്കി കൊടുത്താളെ. ഈ ഒരു ആശുപത്രിയിൽ എന്ന് വെച്ചാൽ എത്ര രോഗികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകണമാണ്. അതിപ്പോൾ കുറേ ആവുമ്പോഴൊക്കെ നമ്മളെ കുട്ടി ചെറിയ പൈതലല്ലേ, ആ പൈതലിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സഹിക്കൂല കേട്ടോ മോനെ. ഞാൻ എൻ്റെ കുട്ടീനെ വിചാരിച്ചിട്ട് പറയാണ്. ഐഷുമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ ശരിക്കും ഷമ്മാസ്, ഉമ്മ ഇല്ല, ഞാൻ ആക്കി കൊടുത്തോളാം, എന്നാൽ ചെല്ലി ഉമ്മാനോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കുട്ടീനെ ഉണ്ടാക്കി കൊടുക്കി, ഓളെ പെരീക്കാണ്ടാക്കി കൊടുത്താളെ കേട്ടോ. എന്നാൽ നുസീബ് അപ്പോഴേക്കും അങ്ങോട്ട് വന്നു. ഉമ്മ എനിക്ക് ഉമ്മാനെ വിട്ട് പോകാൻ ഇഷ്ടമല്ല ഉമ്മ, ഞാനിവിടെ നിന്നോളും ഉമ്മ, എനിക്ക് നിങ്ങളെ നോക്കണം, അല്ലാതെ ഇപ്പം എന്താ ഉമ്മ, ഞങ്ങൾക്ക് വേണ്ടി അത്ര കഷ്ടപ്പെട്ടല്ലോ മോളെ, നോക്കുകയാണെങ്കിൽ ഇപ്പം എന്താ ഒന്നുമില്ല. ഉമ്മാക്ക് പ്രത്യേകിച്ച് സോക്കടും കാര്യങ്ങളൊന്നുമില്ല, ഉമ്മാൻ്റെ കുട്ടി പൊയ്ക്കോളി, നമ്മളെ പിഞ്ച് പൈതലിനെ വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ, പൊയ്ക്കോളി, ദ്വാരുന്നാൽ മതി. എന്നാൽ നുസൈബക്ക് വല്ലാത്ത സങ്കടമായിരുന്നു. അവൾ ഉമ്മയെ ചുംബിച്ചു. ഉമ്മ അസ്സലാമു അലൈക്കും. മനമില്ല മനസ്സോടു കൂടെ അതാ അവൾ ഇറങ്ങുകയാണ്. അപ്പോഴേക്കും സിസ്റ്റർമാരോട് പറഞ്ഞു, സിസ്റ്ററെ പിന്നെ ഞാൻ ഇവരെ കുഞ്ഞിനൊന്ന് ആക്കി കൊടുത്തിട്ട് വരട്ടെ. ആയിക്കോട്ടെ, എന്താ പൊയ്ക്കോളൂ, ഞങ്ങൾ വിചാരിച്ചു പോയെന്ന് വിചാരിച്ചു, ഒരു കുഴപ്പമില്ല, ഉമ്മാൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. സിസ്റ്റർമാർ അത് ഉമ്മയുടെ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നു. നുസൈബയും ഷമ്മാസും അതാ പോകുന്നു. ഉമ്മ എന്താ ഉമ്മ, നിങ്ങളോട് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ എപ്പോഴും ടെൻഷനൊന്നും ആവരുത്, കുറച്ചൊക്കെ ആക്റ്റീവായി നിൽക്കണം എന്നൊക്കെ? മക്കളെ ആക്റ്റീവൊക്കെ ആയി നിൽക്കലൊക്കെ ഉണ്ട്, പറഞ്ഞിട്ടിപ്പോൾ എന്താ, ഓരോന്ന് മനസ്സൊക്കെ കൊണ്ട് വരുമ്പോൾ എന്താ ഉമ്മാക്ക് ഇത്രമാത്രം ടെൻഷൻ? ഇത്രമാത്രം സ്നേഹിക്കുന്നൊരു മകനും മരുമകളൊക്കെ ഉണ്ടായിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? അപ്പം അന്ന് വന്നത് മകൾ കുറച്ച് തടിച്ചിട്ട്, അതിൻ്റെ ഒരു മോൾ തന്നെയാണ്, ഓളിപ്പോൾ പ്രഗ്നൻ്റാണേ, 2 ഇരട്ട കുട്ടികളാണ് പള്ളിയിൽ. ആണോ? ഓ മാഷാ അല്ലാ, എന്തൊക്കെ തന്നെയാലും മക്കളെ കുട്ടികളില്ലാതെ ഉണ്ടായതാണ്. അപ്പം പിന്നെ അറിയിച്ചിട്ടില്ല, അറിയിച്ചാൽ മണ്ടി പാഞ്ഞങ്ങോട്ട് എത്തും, അറിയിച്ചാൽ ഞാൻ ഇനിയിപ്പോൾ എന്തൊക്കെ ഗുലുമാലുണ്ടാക്കണാവും, കാരണം ഓൾക്കും വലിയ വേനാണ് എന്നെ തൊട്ട്. അല്ലാ പഠിച്ചവനെ. അല്ല
ഇത്രയധികം സ്നേഹിക്കുന്ന മക്കളും മരുമക്കളൊക്കെ ഉണ്ടായിട്ട് ഉമ്മക്ക് എന്ത് ടെൻഷനാ ഉമ്മ? ഒന്നുമില്ല മക്കളെ. ടെൻഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വരില്ല. നമ്മളെ മനസ്സൊക്കെ നമ്മൾ വിചാരിച്ചതിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും ആയി കഴിയുമ്പോൾ നമ്മളെ സമനില കൊണ്ട് തെറ്റാണ്. നമ്മൾ ഇനിയും കാര്യങ്ങൾ നല്ല മട്ടത്തിൽ പോകണമെന്ന് അങ്ങനെ വിചാരിച്ച് നിൽക്കണ നേരത്ത് പെട്ടെന്ന് അങ്ങനൊരു ഇതൊക്കെ കൊണ്ട് കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഉമ്മ നിങ്ങൾക്ക് അതിന് മാത്രമൊക്കെ എത്ര ഹാപ്പിയാണ്. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഒരു മകനെ കിട്ടിയതിൻ്റെ വലിയ ഭാഗ്യം തന്നെയാണല്ലോ. ഉമ്മയോട് കുശലം പറഞ്ഞുകൊണ്ട് സിസ്റ്റർമാർ അവിടെ ഇരിക്കുന്നു. അത് ഉമ്മക്ക് ടെൻഷനാകാത്ത രീതിയിൽ നല്ല രീതിയിൽ അല്ല കുട്ടിയെ കുട്ടീൻ്റെ പേരപ്പോൾ ഇവിടെ എൻ്റേത് കോട്ടയത്താണ്, ഞാനിവിടെ വർക്ക് ചെയ്യാണ്. അപ്പോൾ ഇവിടെ പാർക്കലൊക്കെ ഇവിടെ ഹോസ്റ്റലിൽ തന്നെ നിൽക്കും. അത് ശരി. അപ്പോൾ തിന്നലും കുടിച്ചാലൊക്കെ അതിനിടെ ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. കുട്ടീൻ്റെ പെരയിൽ ആരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ അനിയനും അനിയത്തിയുണ്ട്, ഞാനാണ് മൂത്തത്. ആ ആയിക്കോട്ടെ, ഏതായാലും റാത്തിലാകട്ടെ. നിങ്ങളൊക്കെ ഈ സ്നേഹവും കരുതലും കൊണ്ട് തന്നെ ഇവിടെ എത്തുമ്പോൾ മനസ്സൊക്കെ ഒരു ആശ്വാസമാണ്. ഉമ്മ ഞങ്ങളെന്ന് വെച്ചാൽ സിസ്റ്റർമാരെന്ന് വെച്ചാൽ അങ്ങനെയാണല്ലോ. ഒരാളെയും വേദനിപ്പിക്കാൻ പാടില്ല, ഒരാളെയും വിഷമിപ്പിക്കാൻ പാടില്ല. നല്ല രീതിയിൽ ഞങ്ങൾക്ക് കിട്ടിയ ട്രെയിനിങ് ഒക്കെ അങ്ങനെയാണ്. ഒരു പേഷ്യൻറ്റിനോട് ഒരിക്കലും പോലും നമ്മൾ ദേഷ്യപ്പെടാനൊന്നും പാടില്ല. നമ്മൾ അവരോട് കഴിയുന്നത്ര സോഫ്റ്റായിട്ട് സംസാരിക്കണം. അങ്ങനെയൊക്കെയാണല്ലോ മക്കളെ. ഏതായാലും പഠിച്ചവൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് കൂലി ഉണ്ടാവും. ഒരാളെ ഇടങ്ങാറാക്കാൻ പാടില്ല. ഒരു മനുഷ്യനെ നമ്മൾ ഇടങ്ങാറാക്കുക, ബുദ്ധിമുട്ടാക്കുക, വേദനിപ്പിക്കാൻ പാടില്ല പൊന്നാര മക്കളെ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത്ര നല്ലതാവില്ല. നിങ്ങളെപ്പോലത്തെ ഈ സ്വഭാവമുള്ള പെൺകുട്ടികളെ കാണുമ്പോൾ തന്നെ മനസ്സിക്ക് വല്ലാത്തൊരു തൃപ്തിയാണ്. ഉമ്മ ഇനി കൂടുതൽ സംസാരിക്കണ്ട, ശബ്ദമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഉമ്മ കുറച്ച് വെള്ളം തരട്ടെ? കുറച്ച് തന്നാൾ. അങ്ങനെ അതാ ഇളം ചുടുവെള്ളം എടുത്ത് അത് സിസ്റ്റർ നൽകുന്നു. എന്നാൽ ഈ സമയം അതാ നുസൈബയും ഷമ്മാസ് വളരെയധികം സ്പീഡിൽ കാർ ഓടിച്ചുകൊണ്ട് പോകുന്നു. ഇക്ക എന്താടി? ഇക്ക എനിക്ക് സത്യം പറഞ്ഞാൽ ഉമ്മാനെ വിട്ട് പോന്നിട്ട് ഒരു സുഖമില്ല. സാറിൽ നമ്മളെ കുട്ടിയെ വിചാരിച്ചിട്ടെങ്കിലും നീ ഇക്ക സത്യം പറയാലോ, എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഇഷ്ടമല്ല. അതിനേക്കാൾ എനിക്കിഷ്ടം ഉമ്മാൻ്റെ അടുത്ത് നിൽക്കുന്നതാണ്. ഉമ്മാൻ്റെ അടുത്ത് ഉക്കാൻ്റെ അടുത്തൊക്കെ നിൽക്കുമ്പോൾ അത് വല്ലാത്തൊരു സമാധാനം സുഖമാണ്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞിനെ വിചാരിച്ചിട്ടെങ്കിലടി, അവിടെ ഇൻഫെക്ഷനും കാര്യങ്ങളും പല അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ടീമല്ലേ. അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ. നീ ദുആ ചെയ്യ് പഠിച്ച റബ്ബിനോട് ഉമ്മാക്ക് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇക്ക എന്നാലും ഇപ്പോൾ ഉമ്മാക്ക് ടെൻഷനൊക്കെ കൂടാൻ കാരണം അപ്പുറത്തെ വീട്ടിലത്തെ ജമീൽ താത്തയുടെ മരുമകളൊക്കെ വന്നിട്ടാണ്. എന്തിനാ അവരൊക്കെ വരുന്നത്? അവർ ഉമ്മാൻ്റെ അടുത്തേക്ക് വരും, ഉമ്മാൻ്റെ അടുത്ത് എന്തെങ്കിലും കിട്ടും, അങ്ങനെ വരികയാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ കുത്തിക്കലക്കാണ് കൊടുക്കും. ഉമ്മക്ക് ടെൻഷനാകും. അവരൊന്നും അടുപ്പിക്കരുതെന്ന് ഉമ്മാനോട് പറഞ്ഞാൽ കേൾക്കൂല. ഉമ്മ ആര് വന്നാലും കയറ്റിയിരുത്തും. കയറിക്കോളി മക്കളെ, ഇരിക്കും മക്കളെ, അങ്ങനെ പറഞ്ഞിട്ട്. അങ്ങനെ അതാ അല്പസമയത്തിന് ശേഷം അത് നുസൈബയുടെ വീട്ടിലേക്കുള്ള വഴിയിലേക്ക്. മക്കൾക്കൊന്നും വാങ്ങിയില്ലല്ലോ. എൻ്റെ പൊന്നിക്ക് ഇപ്പം അതിൻ്റെ സമയമാണോ? ഉമ്മ ഹോസ്പിറ്റലിൽ കിടക്കല്ലേ, അവിടെ നിൽക്ക്. അപ്പോൾ തന്നെ അത് വണ്ടി ഓഫ് ചെയ്ത് അവൻ നേരെ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിലേക്ക് പോയി മക്കൾക്കുള്ള എന്തൊക്കെയോ കുറച്ച് സ്വീറ്റ്സും ഫ്രൂട്ട്സും എല്ലാം വാങ്ങി കൊണ്ടുവന്ന് വേഗം അത് ഡിക്കിയിൽ വെച്ചു. എൻ്റെ പൊന്നിക്ക് എന്തിനാണിപ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യം? നമ്മളിപ്പോൾ ആ ഒരു അവസ്ഥയല്ലല്ലോ. അത് സാറില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. നേരെ അതാ അവൻ നുസൈബയുടെ വീട്ടിലേക്കുള്ള ആ റോട്ടിന് കടന്നു. അത് മുറ്റത്തേക്ക് ഇപ്പോഴും വണ്ടി പോവില്ല. നുസി എന്തായാലും പുതിയ വീട് അപ്പുറത്ത് എടുക്കാനുള്ള പരിപാടിയല്ലേ, അപ്പോൾ പിന്നെ അവിടേക്കുള്ള റോഡ് കറക്റ്റാക്കി ഉണ്ടാക്കാം കേട്ടോ. ഏതായാലും ഇൻഷാ അല്ലാ. നുസി എന്നാൽ വാ. കുഞ്ഞിനെ ഷമ്മാസ് വാരിയെടുത്തു. കയ്യിൽ ആ സ്വീറ്റ്സിൻ്റെയും ആ ഒരു ഫ്രൂട്ട്സിൻ്റെയും കവറും പിടിച്ചു. ഇക്ക അത് ഞാൻ പിടിക്കുക. വേണ്ട, നീ നടക്ക്. അങ്ങനെ അതാ നുസൈബയുടെ വീട്ടിലേക്ക് പോകുന്നു. ഉമ്മ കറണ്ട് ഇല്ലെന്ന് തോന്നിക്ക, ബെല്ലടിച്ചിട്ട് അറിയുന്നില്ല. ആരാ മോളുടെ ഒരു വിളി പോരാണല്ലോ. അപ്പോഴേക്കും ഉപ്പ. ആരാ? എൻ്റെ കുട്ടീൻ്റെ ഒരു ഒച്ച പോലെ കേൾക്കുന്നുണ്ടല്ലോ. ഉപ്പ വാതിൽ തുറന്നു. മാഷാ അല്ലാ, എന്തിപ്പോൾ ഇത് മുന്നറിയിപ്പും ഇല്ലാതെ. കുഞ്ഞിനെ ഉപ്പ ഭാര്യയെടുത്ത് ചുംബിച്ച്. എവിടെ പപ്പാൻ്റെ കുട്ടി വന്നിക്കണ ഇവിടെ? അത് ഉപ്പ എനിക്ക് സമയമില്ല, ഞാൻ പോവാണ് കേട്ടോ. അതെന്താ ഷാമോൻ ഇങ്ങനൊരു പോക്ക്? അല്ല, ഉമ്മ ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലിലോ? റബ്ബേ പടച്ചോൻ, എന്താ പറ്റിയത്?
പറ്റാനെന്ന് വെച്ചാൽ ഒന്നുമില്ല, ഉമ്മാക്കൊരു ചെറിയൊരു ടെൻഷൻ, ചെറിയൊരു പ്രഷർ കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോട്ടെട്ടോ, ഞാൻ ഇവർ ഹോസ്പിറ്റലിലേക്ക് വന്നിരുന്നു. അപ്പോൾ ഉമ്മ എല്ലാവരും പറഞ്ഞു കുഞ്ഞിനെയും കൊണ്ടാവും. അത് ശരിയാ, കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറ്റില്ല, പല അസുഖക്കാരും ഉള്ളതല്ലേ, ചെറിയ കുട്ടിയല്ലേ. എന്നാൽ കുഞ്ഞിനെ കിട്ടിയപ്പോൾ അതാ ഉമ്മയും അനിയത്തിമാരെല്ലാം അതിനെ വാരിയെടുത്ത് ചുംബിക്കുന്നു. ഇനിയിപ്പോൾ കുട്ടിനെ കിട്ടിയ ഒരാൾ തിന്നലേക്കാരം എല്ലാവരും കൂടി, ഇനിയിപ്പോൾ നിലത്ത് വെക്കൂലൈന. പുത്തൻവീട് തറവാട്ടിൽ നിന്ന് വരുമ്പോൾ അവിടെ എത്തുമ്പോൾ കുട്ടിക്ക് നല്ലൊരു ഉഷാറേക്കാരം. ഇവിടെ എത്തി കുട്ടികൾ പിടിച്ച് വലിച്ചെടുത്തിട്ട് അതിൻ്റെ കോലം കെടുക്കിടും, ഉപ്പ പറഞ്ഞു. എന്നാൽ ഷമ്മാസ് അപ്പോഴേക്കും പോയി. ഉമ്മ വന്നപ്പോഴുണ്ട് നുസിയും കുട്ടിയും. പഠിച്ചോനെ, എൻ്റെ കുട്ടികൾ വന്നിക്കണോ? ഇതൊക്കെ എപ്പോ? എവിടെ ഷാമോന് ഇറങ്ങി പോയിട്ടുണ്ടോനെ, ഉമ്മ ഹോസ്പിറ്റലാണെന്നൊക്കെ പറഞ്ഞിട്ട്. പഠിച്ചോനെ, എന്താ റബ്ബേ പറ്റിയത്? ആ ഉമ്മാക്ക് പ്രഷറൊക്കെ കയറിയിട്ട്. അല്ല, എൻ്റെ എവിടെ അമ്മമ്മേൻ്റെ കുട്ടി? പച്ചോനെ, ഇതാ ഷാമോൻ തന്നെ കേട്ടോ, ഓൻ്റെ മോറങ്ങോട്ട് എടുത്ത് വെച്ചേക്കണ് ആ കുട്ടിക്ക്. അതിൻ്റെ റബ്ബേ, എന്താണ് ആ ചിരിക്കണ കണ്ടില്ലേ? മാഷാ അല്ലാ, ഇപ്പോൾ മനസ്സിലാക്കി തുടങ്ങിക്കണല്ലേ എല്ലാവരെയും. അല്ലാ മാഷാ അല്ലാ. അല്ല നുസിയെ, എൻ്റെ കോളേജിൻ്റെ കാര്യം ചെന്നിട്ട് ഇപ്പോൾ ഓൺലൈൻ തന്നെയാണല്ലോ ഇപ്പോൾ ഒന്നും പഠിക്കണത്, ഇങ്ങനെ സാറ് വിളിച്ചു എന്നൊക്കെ പറഞ്ഞു. ഉമ്മ നാളെ പോകണമൊക്കെ വിചാരിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോഴാണിപ്പോൾ എന്നാലും പഠനം മോൾക്ക് കിട്ടണില്ലേ? ഉമ്മ അതെനിക്ക് തരുന്നുണ്ട്. എന്തൊക്കെ തന്നെയാലും ഇൻഷാ അല്ലാ ഇനി പോകണം. പ്രാക്ടിക്കലൊക്കെ ഉണ്ടാകുമ്പോഴേ ഇങ്ങനെ പറ്റൂലല്ലോ, അതൊക്കെ ഇനി ചെയ്യന്നെ വേണ്ടേ? അല്ലാ, ഏതായാലും ഉമ്മാൻ്റെ അസുഖം പെട്ടെന്ന് ഷിഫയാകട്ടെ. കാരണം ഉമ്മയാണ് ഇതിനൊക്കെ കാരണക്കാരി. അന്ന് MBBS പഠിപ്പിച്ചാനുള്ള പൂതി, എൻട്രൻസ് ചെയ്താനുള്ള പൈസ തരലും ചേർത്താൻ കൊണ്ടേ, ഇതൊക്കെ ഉമ്മന്നല്ലേ. പാവം, ആ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാം. റബ്ബേ, ആ ഉമ്മാൻ്റെ ഒരു പൂതിനോ നുസൈബ ഡോക്ടറായിട്ട് ഇറങ്ങണം എന്നൊക്കെ ഉള്ളത്. അല്ലാ പഠിച്ചോനെ. എന്നാൽ ഈ സമയം ഷമ്മാസ് വളരെയധികം സ്പീഡിലതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റലിലേക്ക്. ഷമ്മാസിൻ്റെ മനസ്സിൽ പല പല ചിന്തകൾ. അത് പുലർച്ചെ ഇക്കാക്ക ഇറങ്ങും. ആ സമയത്ത് എനിക്ക് പോകാൻ പറ്റില്ല. ഇനി ഞാൻ ചെല്ലാഞ്ഞാൽ ഇക്കാക്ക എന്തെങ്കിലും വിചാരിക്കുമോ അതും അറിയില്ല. പിന്നെ ഉമ്മ ഹോസ്പിറ്റലിലാണെന്നുള്ള കാര്യം നവാസ്കയോട് പറയണ്ട, ഇനി ടെൻഷൻ കൂടിയിട്ട് അതും പ്രശ്നമാവും. അതൊന്നും പറയണ്ട, തൽക്കാലം ഞങ്ങൾ അറിഞ്ഞാൽ മതി, ആരും അറിയണ്ട. ഷമ്മാസ് നേരെ ഹോസ്പിറ്റലിലേക്ക് തന്നെ പോകുന്നു. അല്പസമയം കഴിയുമ്പോൾ ഉമ്മാക്കുള്ള കുറച്ചെന്തൊക്കെ ഫുഡും കാര്യങ്ങളെല്ലാം വാങ്ങി അവൻ അവിടെ എത്തി. എന്നാൽ സിസ്റ്റർ, ഉമ്മാൻ്റെ പ്രിയപ്പെട്ട മോൻ വരുന്നുണ്ടല്ലോ. അല്ല, എൻ്റെ കുട്ടി ഇങ്ങോട്ട് എത്തിയാ? പഠിച്ചോനെ. മോനെ, ഉമ്മ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അല്ല, എൻ്റെ കുട്ടി ഇത്ര ആളും പോയി തരാനായാ? കുറച്ച് നേരം കൊണ്ട് ഇവിടെ നിന്നൂടെ? എന്താ എൻ്റെ ഒപ്പം ഉമ്മാൻ്റെ കുട്ടികളിതാ നല്ല കുട്ടികൾ, ഓലിനോട് വർത്താനം പറഞ്ഞിരിക്കേന്. അത് ഞങ്ങളെ ഉമ്മാനോട് ഇങ്ങനെ സംസാരിച്ച് നിന്നപ്പോഴും ഉമ്മാക്ക് വലിയൊരു ഇഷ്ടം. അപ്പോൾ ഉമ്മ ഓരോ കാര്യങ്ങൾ ചോദിക്കായിരുന്നു. ഉമ്മാക്ക് ഒത്തിരി ഇഷ്ടമാണ് സംസാരിക്കുന്നതൊക്കെ. എന്നാൽ ഒരുപാട് താങ്ക്സ് കേട്ടോ, എൻ്റെ ഉമ്മയെ ഇതുവരെ ഹെൽപ്പ് ചെയ്ത്. അതിനെന്താ, ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് പുറത്ത് പോകണമെങ്കിലൊക്കെ പോകാട്ടോ, ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. അതിനൊക്കെ തന്നെയല്ലേ ഞങ്ങളുടെ ഡ്യൂട്ടി, അതൊക്കെ തന്നെയല്ലേ. സിസ്റ്റർമാരുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ഷമ്മാസിനും വല്ലാത്തൊരു ആശ്വാസം തോന്നി. ഉമ്മ ഒന്ന് പ്രഷർ നോക്കട്ടെ? അപ്പോഴേക്കും സിസ്റ്റർ വന്നു. ഓക്കെ ഇപ്പോൾ നോർമലായിട്ടുണ്ട് കേട്ടോ, കുറവുണ്ട് കേട്ടോ, വിഷമിക്കണ്ട കേട്ടോ. കാരണം അതെ, ഉമ്മയെ എപ്പോഴും സന്തോഷിപ്പിച്ചൊക്കെ നിർത്തുക, അങ്ങനെ ആകുമ്പോൾ മൂപ്പത്തേർക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ല ആക്റ്റീവാണ് നിങ്ങളുടെ ഉമ്മ. ഷമ്മാസിനോട് സിസ്റ്റർ അത് പറയുമ്പോൾ ആയിഷുമ്മ പറഞ്ഞു, കുട്ടിയെ, ഓൻ്റെ പെണ്ണുങ്ങളും ഡോക്ടറാകാൻ പഠിക്കുക തന്നെയാണ്. നേരത്തെ നിങ്ങൾ കണ്ടില്ലേ, ഓള് ക്ലാസ്സൊക്കെ എപ്പോഴും ഉണ്ട്. അതിൻ്റെ ഇടയിൽ പ്രസവവും കാര്യങ്ങളും കഴിഞ്ഞപ്പോഴേ അതിൻ്റെ ഇടയിൽ റാങ്കുകാരിയാണ് എൻ്റെ മരുവള്. ഇവൻ്റെ പെണ്ണുങ്ങളെ ഓള് നീറ്റിലൊക്കെ എഴുതി കിട്ടിയതാണ്. ഓൾക്ക് നല്ല റാങ്കും കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടിയാണ്. ആണോ? മാഷാ അല്ലാ. ഡോക്ടർ നിങ്ങളുടെ ഭാര്യ അല്ലേ? അത് ആയിട്ടില്ല, ആവുന്നേ ഉള്ളൂ. എന്നാലും കൺഗ്രാജുലേഷൻസ്, നിങ്ങളുടെ വീട്ടിലൊരു ഡോക്ടർ ഉണ്ടല്ലോ. അങ്ങനെ അവരെല്ലാവരും സംസാരിച്ചു കൊണ്ടിരുന്നു. സത്യം പറഞ്ഞാൽ ഉമ്മയ്ക്ക് ആ ടെൻഷനെ അങ്ങ് മാറിപ്പോയി. അതെ, സൗദയുടെ കാര്യം ഒരിക്കൽ പോലും ഉമ്മ ആലോചിക്കരുത് എന്നായിരുന്നു ഷമ്മാസിൻ്റെ ആഗ്രഹം. നവാസിനെ കുറിച്ചും വിതുമ്പിക്കരഞ്ഞുകൊണ്ട് പോയ നവാസിൻ്റെ മുഖമായിരുന്നു ഷമ്മാസിൻ്റെ മനസ്സിൽ. അല്ലാ റബ്ബേ, ഇക്കാക്കൊന്നും സംഭവിക്കരുത് അല്ലാ. ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു വന്നു. പക്ഷെ അപ്പോഴേക്കും അതെന്തോ ഒന്നായി തീർന്നു. എന്തൊക്കെ തന്നെയാലും അല്ലാഹുവേ, ഇക്കാക്ക് നീ ധൈര്യം കൊടുക്കുക റഹ്മാനെ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ റൗണ്ടിങ്ങിന് വന്നു. നേരെ ഐഷുമ്മയുടെ അടുത്തേക്ക് എത്തി. ഹലോ,
എന്തൊക്കെയാ ഉമ്മ, സുഖല്ലേ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ, റാഹത്തല്ലേ? ഓക്കെ അല്ലേ? നോക്കട്ടെ. ആഹാ, ഓക്കെ ആണല്ലോ. പ്രഷർ ഒക്കെ ഓക്കെ ആണല്ലോ. ഇതെന്ത് പറ്റി? പെട്ടെന്നൊരു അടിച്ചു കയറ്റാണല്ലോ. ഇങ്ങനെ അടിച്ചു കയറാൻ പാടില്ല കേട്ടോ. എന്നാൽ ഈ സമയം അതാ ഷമ്മാസിനെ വിളിച്ച് ഡോക്ടറുടെ കാര്യം പറയുന്നു. അത് ഷമ്മാസ്, ഉമ്മയുടെ കാര്യങ്ങൾ കുറേ ആയി ഞാൻ നോക്കാൻ തുടങ്ങിയിട്ട്. ഉമ്മക്ക് എന്താ പറയുക, പ്രഷർ കൂടുതൽ ആയിരിക്കും അല്ലേ ചില സമയത്തൊക്കെ. ഈ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ടെൻഷനൊക്കെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രഷർ കൂടിക്കഴിഞ്ഞ് അത് തലച്ചോറിലേക്ക് കണ്ട് കയറിക്കഴിഞ്ഞാൽ അതിനുള്ള ഞരമ്പ് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആകെ തലച്ചോറിലാകെ രക്തമായി ആ നിമിഷം തന്നെ നമുക്ക് മരണം സംഭവിക്കാനൊക്കെ ഇടവരും. അപ്പോൾ ഒരിക്കലും ഉമ്മയെക്കുറിച്ച് എന്നല്ല ഞാൻ പറഞ്ഞത്, പല രീതിയിലുള്ള ഒരുപാട് കേസസ് ഇതുപോലെ ഞാൻ മാനേജ് ചെയ്തതാണ്. പക്ഷെ അവർക്കൊക്കെയുള്ള പ്രശ്നം വെച്ചാൽ ഉമ്മയെ ടെൻഷനാകാതെ നോക്കുക എന്നുള്ളതാണ്. ഈ ടെൻഷൻ കൂടി കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് അത് ഇങ്ങോട്ട് ഒരുപാട് പ്രഷർ കൂടി ബുദ്ധിമുട്ടായിത്തീരുന്നൊരവസ്ഥ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം ഉമ്മയുടെ കാര്യത്തിൽ. വേറൊന്നും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നല്ല ആക്റ്റീവായിട്ടുണ്ട് ആൾ. ഇപ്പോൾ നല്ല കളിയും ചിരിയും ഒക്കെ ആയിട്ടുണ്ട്. കഴിയുന്നതും വേണ്ടാത്ത ചിന്തകൾ ചിന്തിപ്പിക്കാതിരിക്കുക. അതുപോലെ വേണ്ടാത്ത ചിന്തകൾ ഇല്ലാത്ത രീതിയിൽ ഉമ്മയെ കൊണ്ടുവരിക. ഓക്കെ, അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഉമ്മയുടെ കാര്യത്തിൽ കുറച്ചൊക്കെ നമുക്ക് നിൽക്കാൻ കഴിയും. പിന്നെ വെച്ചാൽ കുറച്ചൊക്കെ പ്രായമായി തുടങ്ങിയല്ലോ, അപ്പോൾ അതിൻ്റേതായൊരു ഇത് ഉണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളെ കൊണ്ട് സ്നേഹം എത്രമാത്രം കൊടുക്കാൻ കഴിയണേ അത്ര കൊടുക്കുക എന്നുള്ളതാണ് പ്രായമായവർക്കുള്ള ഏറ്റവും വലിയ സമ്മാനം. നമ്മൾ ഒരുപാട് സമ്മാനങ്ങളും സാധനങ്ങളും കൊണ്ടുപോയി കൊടുക്കുന്നതിലുപരി അവർ നമ്മുടെ സാന്നിധ്യം പ്രതീക്ഷിക്കും. നമ്മുടെ മക്കളായാലും മരുമക്കളായാലും അവരുടെ കൂടെ ഇരുന്നിട്ട്, പ്രത്യേകിച്ച് മക്കൾ ഉമ്മമാരുടെ കൂടെ ഇരിക്കുമ്പോൾ തന്നെ അത് വല്ലാത്തൊരു സന്തോഷമായിരിക്കും ഉമ്മാക്കും മക്കൾക്കും അത് തന്നെ. അപ്പോൾ നമ്മൾ കഴിയുന്നത് ഉമ്മയെ കെയർ ചെയ്യാൻ വേണ്ടി നോക്കുക കൂടുതലായിട്ട്. അതെനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഇവിടെ ഗ്ലൂക്കോസിലേക്ക് കിടക്കട്ടെ, കാരണം ഭക്ഷണം വല്ല കഴിക്കണില്ലല്ലോ, ഒന്ന് റെഡി ആയിക്കോളും. കാരണം പെട്ടെന്ന് ഇങ്ങോട്ട് തലക്കൊക്കെ അടിച്ച് കയറുന്ന സമയത്തൊക്കെ ഭാഗ്യവശാൽ കഴിച്ചില്ലായതാണ് പ്രാവശ്യം. അഥവാ ഇനിയും ഇപ്പം അങ്ങനെ ആയി കഴിയുമ്പോൾ പറയാൻ പറ്റില്ല ഏതൊക്കെ എല്ലാം പിന്നെ ദൈവത്തിൻ്റെ അതുപോലെ ഇരിക്കും. എന്നാലും നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഡോക്ടർ അതാ ഷമ്മാസിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഷമ്മാസ് ഒരു നിശ്വാസം വിട്ടു. അല്ലാ പഠിച്ചോനെ റഹ്മാൻ റബ്ബി റഹ്മാക്കമാ റബ്ബി അനി സഈറ. ഡോക്ടർ വീണ്ടും ഉമ്മയുടെ അടുത്തേക്ക്. ഉമ്മ ഓക്കെ അല്ലേ? ആക്റ്റീവായല്ലേ? എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. ഓക്കെ, എന്താ ഡിസ്ചാർജ് വേണോ? കുട്ടി ഞാൻ അങ്ങോട്ട് പോട്ടെ, എൻ്റെ പേരക്കുട്ടി അങ്ങോട്ട് പെരേക്ക് പോരും, എനിക്കൊരു സമാധാനമില്ല. പേരക്കുട്ടിയെ കുറിച്ചാണ് ഇപ്പോൾ ചിന്ത? അതൊക്കെ ഉമ്മയുടെ അസുഖം മാറുമ്പോൾ തന്നെത്താൽ അവർക്ക് വന്നോളൂ. അത് ഡോക്ടറെ ഞാൻ മോളെ അങ്ങോട്ട് കൊണ്ടാക്കിക്കണം, അതാണ് ഉമ്മാക്ക്. ഡോക്ടറെ എൻ്റെ പേരക്കുട്ടിനെയും കളിപ്പിച്ച് എനിക്ക് പെരയിൽ നിന്നാൽ മതി, അതിനാണ് എനിക്ക് പൂതി. അതിനിപ്പോൾ ഡിസ്ചാർജ് ചെയ്താണ് തന്നാൽ ഇവിടെ ഇപ്പോൾ എന്താ കിടന്നിട്ട് അല്ലുമ്മ നമുക്ക് നാളെ പോവാം. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ കേട്ടോ. എന്താ വെച്ചാൽ ഗ്ലൂക്കോസ് കയറ്റാനുണ്ട്. ഇവർ ഭക്ഷണം കഴിക്കണില്ലല്ലോ ഉമ്മ, ഭക്ഷണം കഴിക്കുന്നേ ഇല്ലെന്ന് ഷമാസ് പറഞ്ഞല്ലോ. അതെ, ഉമ്മക്ക് ഭക്ഷണം കഴിക്കാൻ പൊതുവെ ഒരു മടി തുടങ്ങിയിട്ടുണ്ട്. ഭക്ഷണം കഴിക്കണം കേട്ടോ. അത്രയധികം മെഡിസിൻസ് ഒക്കെ ഉണ്ടാകുമ്പോഴേ ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ല. എന്നാൽ ശരി, കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്, ഹാപ്പിയാണ്, ഓൾ ദി ബെസ്റ്റ്. ഡോക്ടർ മറ്റേ റൂമിലേക്ക് പോയി. എന്നാൽ ഈ സമയം നുസൈബ അവൾക്കൊരു സമാധാനം ഇല്ലായിരുന്നു. മക്കളെ എല്ലാവരും കളിപ്പിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്. എന്തോ ഒരു ചിന്തയിൽ. മോളെ നുസൈബ, ഉമ്മ വിളിച്ചു. മോളെ നീ ഭക്ഷണം കഴിച്ചാ? അല്ല മോളെ. എന്താ ആലോചിച്ചിരിക്കണത്? ഉമ്മ അത് മോളെ ഒന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ഷാമോനില്ല. ഇപ്പോൾ ഏതായാലും മോളിന് ഭക്ഷണം എന്തേ കഴിച്ച് കുറച്ച് ദിവസം ഇവിടെ നിൽക്കാം കേട്ടോ. കുറേ ദിവസമായാലും പോയിട്ട് കാണാൻ പൂതിയേക്കണ്. പിന്നെ എന്നോട് ഉപ്പച്ചി പറയും, വേണ്ട ഓൾക്ക് ഒരു കുട്ടി അവിടെ ഉണ്ടായതല്ലേ, നമ്മളിപ്പോൾ അതിനെങ്ങനെ പിടിച്ച് വലിച്ച് കൊണ്ടുവരുന്നത് ശരിയാണോ എന്നൊക്കെ ഉപ്പാൻ്റെ ഇതിനങ്ങ് നിൽക്കണം. കാണാൻ പൂതിയും പൊറുതിയോടും ഇല്ലായിട്ടല്ല. ഞാൻ പിന്നെ അങ്ങോട്ട് കുറച്ച് ദിവസം കഴിയട്ടെ വിചാരിച്ചിരുന്നു. വന്നാൽ വെക്കഞ്ഞ് 4 ദിവസം നിൽക്കുക. ഉമ്മ ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോഴേക്കും പോകണം ഉമ്മ, പാവാണ്. ആയിക്കോട്ടെ പോവാം, ഏതായാലും വന്നില്ലേ കേട്ടോ. കുഞ്ഞിനെ മക്കൾക്ക് എടുത്തിട്ട് കൊതി തീരുന്നില്ല. എൻ്റെ പൊന്നാര
പെണ്ണിനിപ്പോൾ എങ്ങനെ റബ്ബെ ഒന്ന് കിട്ടി, ഇങ്ങനെ ഒന്ന് കിട്ടിപ്പോയതാണ് പഠിച്ചോനെ. ഓ, ശരിക്കും അവർക്കെല്ലാവർക്കും വല്ലാത്ത സന്തോഷമായിരുന്നു. അത് നുസൈബയുടെ ഉപ്പ പൊന്നുമോളുടെ കളികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയം അതാ നവാസിൻ്റെ വീട്ടിൽ നവാസ് അത്യാവശ്യം കുറച്ച് ഡ്രസ്സും കാര്യങ്ങളെല്ലാം പേക്ക് ചെയ്യുന്നത് കണ്ട ഫസീല ചോദിച്ചു, അല്ലിക്ക എന്തിപ്പോൾ ഇത്? ഞാൻ നാളെ പോവാണ്. നാളെ പോവേ? എങ്ങോട്ട്? നാളെ എനിക്ക് ബിസിനസ്സിന് എന്തൊരു കാര്യത്തിന് അത്യാവശ്യമായിട്ട് ചെല്ലണം. അല്ല, അപ്പോൾ ഒരുമിച്ച് ഉംറക്ക് നിങ്ങൾ ഉംറക്ക് പോകണം, ഞാൻ എപ്പോഴൊക്കെ അങ്ങോട്ട് എത്തും കേട്ടോ. ഇക്ക നിങ്ങളില്ലാതെ? അതിനെന്താ, അവനില്ലേ, മോനല്ലേ ഇവിടെ, പിന്നെ ഇപ്പം എന്താ ഉമ്മയും ഉപ്പയും, പിന്നെ ഫ്ലൈറ്റ് കയറി എന്താ പെണ്ണെ, ഞാൻ അങ്ങോട്ട് എത്തണ്ട് കേട്ടോ. ഇക്ക നിങ്ങൾ എന്തപ്പോൾ പെട്ടെന്നൊരു പോക്ക്? എന്നോട് പറഞ്ഞതല്ലേ ഒരുമിച്ച് പോവാന്നുള്ളത്? ഒരുമിച്ച് പോകാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ അർജൻറ്റായിട്ട് എനിക്ക് അവിടെ എത്തണം. എന്നാൽ ഒരിക്കൽ പോലും നവാസ് അതാ സൗദയുടെ ആ ഒരു കാട്ടിക്കൂട്ടലിൽ നിന്നും, അത് സത്താറിനെ കുറിച്ചുള്ള വാർത്തകൾ കേട്ടിട്ടും കുടിയിരിക്കലിനെ കുറിച്ചുള്ള വാർത്തകൾ കേട്ടിട്ടും സങ്കടപ്പെട്ട് പെട്ടെന്ന് തിരിച്ചു പോവുകയാണെന്ന് ഒരിക്കൽ പോലും ഫസീലയോട് പറഞ്ഞില്ല. ഇക്ക ഒന്നും ഉണ്ടാക്കിയതൊന്നുമില്ലല്ലോ ഞാൻ, കുറച്ച് ബീഫും പത്തിരിയെങ്കിലും ഉണ്ടാക്കി തരാൻ. വേണ്ട, ഇനിയിപ്പോൾ എന്താ, ഞാൻ പുലർച്ചെ പോവാണ്, എനിക്കിപ്പോൾ ഒന്നും വേണ്ട. അതൊക്കെ എന്ത് വേണമെങ്കിലും അവിടെ കിട്ടൂലേ, എന്തും കിട്ടും. സത്യം പറഞ്ഞ ഫസീലയ്ക്ക് പെട്ടെന്ന് നവാസ് പോകുന്നത് അത് വല്ലാത്തൊരു ഷോക്കായി മാറി. റബ്ബേ, ഓ, ജീവിച്ച് കൊതി തീർന്നില്ല അപ്പോഴേക്കും. എന്നാൽ മക്കള് അത് കണ്ടു. ഉപ്പച്ചി എങ്ങോട്ടാ? ഉപ്പച്ചി ഗൾഫിലേക്ക് പോവാണ്, ഇൻഷാ അല്ലാ മക്കൾ അങ്ങോട്ട് വരിട്ടോ. പിന്നെ ഉപ്പച്ചി പോയി. ഉപ്പച്ചി ഞങ്ങളുണ്ട്, ഉപ്പച്ചി ഞങ്ങളെ കൊണ്ടാതെ പോവല്ലേ ഉപ്പച്ചി. അത് മക്കൾ കരയാൻ തുടങ്ങി. എന്താ, ഉപ്പച്ചി വരും കേട്ടോ ഇൻഷാ അല്ലാ. പിന്നെ മക്കൾ നല്ല രീതിയിൽ നല്ല മക്കളായിട്ട് വളരണം കേട്ടോ. അപ്പോൾ ഉപ്പ എന്ന് വരും? ഞാൻ വരും ഇൻഷാ അല്ലാ. നിങ്ങളെല്ലാവരും ഉംറക്ക് വരണം. പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ സെറ്റായില്ലേ, വിസയും കിട്ടി, ഇനിയിപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് പോരാം കേട്ടോ. അപ്പോഴേക്കും കുഞ്ഞു ഷോപ്പിൽ നിന്നെത്തി. ആ ഇക്ക എന്തിപ്പോൾ ഇത്? മോനെ, നീ എന്നെ രാവിലെ ഒന്ന് എയർപോർട്ടിൽ കൊണ്ടുവിടണം കേട്ടോ. രാവിലെ എന്ന് വെച്ചാൽ പുലർച്ചെ 4 മണിക്ക് കേട്ടോ. അല്ലിക്ക എങ്ങോട്ട് പറഞ്ഞേ? അത്യാവശ്യമായിട്ടൊരു ബിസിനസ്സിൻ്റെ കാര്യത്തിന് വേണ്ടി എനിക്ക് പോകണം, അതാണ്. ശരിക്കും കുഞ്ഞുവിന് അതൊരു വലിയ ഷോക്കായി. അല്ലിക്ക അപ്പോൾ നിങ്ങൾ വരണം, പിന്നെ വിസയൊക്കെ കിട്ടിയില്ലേ, നിങ്ങൾ പെട്ടെന്ന് ഉംറ ചെയ്യണം കേട്ടോ. ഉംറക്ക് വേണ്ടി വരണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അപ്പോഴൊക്കെ അങ്ങോട്ട് എത്തണം, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇൻഷാ അല്ലാ. സത്യം പറഞ്ഞാൽ അത് അവർക്കൊക്കെ വല്ലാത്തൊരു ഷോക്കായി. ആ ഉമ്മയും ഉപ്പയും നവാസ് പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ, മോനെ എന്താ കുട്ടിയെ പെട്ടെന്ന്, എന്തെൻ്റെ കുട്ടി പെട്ടെന്നൊരു പോക്ക്? ഉമ്മയുടെ ദയനീയമായ ചോദ്യം. ഉമ്മ അത് പോട്ടുമ്മ, ദുആ ചെയ്യ് എന്തായാലും കേട്ടോ. എന്നാലും ഇപ്പോൾ കുട്ടി എന്തെങ്ങനെ ഒരു പോക്കുണ്ടായി? ഉപ്പാക്കും അത് വല്ലാത്ത സങ്കടമായി. സാരമില്ല, മോൻ പോയിക്കോട്ടെ, മോനെ നമ്മളെല്ലാവരും കൂടി പറഞ്ഞ് വിഷമിപ്പിക്കണ്ട. അങ്ങനെ അതാ ആ രാത്രി നവാസിനെ കെട്ടിപ്പിടിച്ച് ഫസീല കരഞ്ഞു. ഇക്ക, ഞാൻ നിങ്ങളെ കൂടെ സമാധാനത്തിൽ ജീവിതം തുടങ്ങിയിട്ട് കുറച്ച് ദിവസമല്ലായിട്ടുള്ളൂ, അപ്പോഴേക്കും നിങ്ങൾ പോവുകയാണോ? ഫസീല, സാരല്ല, എന്നാലും അൽഹംദുലില്ലാ എൻ്റെ കുട്ടിയും നീയൊക്കെ ഒരുമിച്ചല്ലോ, അതെന്നെ വലിയ ഭാഗ്യം. പിന്നെ ദുആ ചെയ്യുക, ഇൻഷാ അല്ലാ അവിടെ വെച്ച് കാണാം. പരിശുദ്ധമാക്കപ്പെട്ട കഅബ ഷരീഫിൻ്റെ അരികിൽ ചെന്നിട്ട് നല്ലോണം പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യണം, ദോഷങ്ങളെല്ലാം പുറത്തു തരണം പറയണം കേട്ടോ ഇൻഷാ അല്ലാ. അന്ന് പുലർച്ചെ 3 മണിയായപ്പോഴേക്കും അതാ നവാസിൻ്റെ വീട്ടുകാരെല്ലാം ഉണർന്നു. എല്ലാവരും അതാ നവാസിനെ യാത്രയാക്കുവാൻ പോവുകയാണ്. മോൻ മാത്രമേ എയർപോർട്ടിലേക്ക് പോകുന്നുള്ളൂ, തൻ്റെ ഫ്രണ്ട്സുകളോട് പോലും ആ കാര്യം അവൻ പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ സമയം അതാ നവാസ് ഷമ്മാസിനെ വിളിക്കണം തോന്നി. പഠിച്ചവനെ 4 മണിയായിട്ടുള്ളൂ, നല്ല ഉറക്കത്തിലായിരിക്കും. വേണ്ട, ഉമ്മയെ വിളിക്കണമെന്ന് തോന്നി. ഉമ്മയുടെ ഫോട്ടോ ഫോണിൽ കണ്ടു. ഉമ്മ ഞാൻ പോയിട്ട് വരട്ടമ്മ, ഉമ്മ ദുആ ചെയ്യണം കേട്ടോ. അതെ, ഉമ്മയെ ഉണർത്താനാവില്ല. ഇനി ഉമ്മയോട് ഈ സമയത്ത് പറഞ്ഞാൽ ഉമ്മ ഒരു പക്ഷേ വിതുമ്പിപ്പോകും. അതുകൊണ്ട് തന്നെ ഉമ്മ ഞാൻ പോട്ടെ, എനിക്ക് എങ്ങനെയൊക്കെ അള്ളാഹ് വിധിച്ച് എനിക്കറിയില്ല ഉമ്മ,
എന്തായാലും ദുആ ചെയ്യണം. ഒരു കാര്യം മനസ്സിൽ നീയത്തുള്ളൂ, ഒരേ ഒരു കാര്യം മാത്രമാ, മരിക്കുമ്പോൾ ഈമാൻ കിട്ടി മരിക്കണം, അത് മാത്രമേ എനിക്കുള്ളൂ, വേറൊന്നുമില്ലമ്മ. പ്രിയപ്പെട്ട ഉമ്മയുടെ ഫോട്ടോയിൽ നോക്കിക്കൊണ്ട് അതാ നവാസ് അത് പറയുന്നത് ഒരു നിമിഷം ഫസീല കണ്ടു. ആ ഉമ്മയെ അവൻ ഒരുപാട് ചുംബിക്കുന്നത് കണ്ടു. എന്താ ഇക്ക ഇങ്ങനെയൊക്കെ പോകുന്നത്? ഉമ്മാനോട് പറയുകയാണെങ്കിൽ ഉമ്മ അങ്ങോട്ട് വരൂലേ? എന്തിപ്പോൾ പറയാതിരുന്നത്? അല്ല അത് വേണ്ട, എന്തിനു ബുദ്ധിമുട്ട്, അതിപ്പോൾ ബിസിനസ്സിന് വേണ്ടി ഞാൻ ഇപ്പം ഇങ്ങോട്ട് വരൂലേ, ഞാൻ വരും പോവുകയും ചെയ്യും. എന്താ നിൻ്റെ ഗൾഫ് പോക്ക് ഇത്ര വലിയ പുത്തിരിയൊന്നുമല്ലല്ലോ. എന്നാൽ ശരി, എല്ലാവരോടും ഉമ്മ ഉപ്പ അസ്സലാമു അലൈക്കും നല്ല രീതിയിൽ കഴിഞ്ഞോലിട്ടോ. എല്ലാവരോടും സലാം പറഞ്ഞിറങ്ങുന്നു. മക്കൾ രണ്ടും ഉറങ്ങുകയാണ്. പൊന്നു മക്കളെ അവൻ വാരിയെടുത്തു ചുംബിച്ചു. എന്നാൽ കുഞ്ഞു മക്കൾ അപ്പോഴേക്കും ഉണർന്നു കഴിഞ്ഞു. അല്ലാ, ഉപ്പച്ചി എങ്ങോട്ട് പോകുന്നു? ഞങ്ങളുണ്ട് ഉപ്പച്ചിൻ്റെ കൂടെ, ഉപ്പച്ചി ഞങ്ങളുണ്ട് ഉപ്പച്ചിൻ്റെ കൂടെ. അത് മക്കൾ കരയാൻ തുടങ്ങി. കാരണം നവാസായിരുന്നു മക്കളെ നോക്കിയിരുന്നത്. ഇതുവരെയും വേറിട്ട് നിന്നിട്ടില്ല. ആദ്യമായിട്ടാണ് മക്കളെ പിരിഞ്ഞ് നവാസ് നിൽക്കുന്നത്. അതവൻ്റെ ഹൃദയം പറിച്ചെടുക്കുന്ന വേദന പോലെയായിരുന്നു. അങ്ങനെ അതാ നവാസ് മക്കളെ ഉപ്പച്ചി പോട്ടെ, ഉപ്പച്ചി പോലുപ്പച്ചി എന്ന് പറഞ്ഞ് കുഞ്ഞുമോൻ അത് അപ്പോഴേക്കും നവാസിൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് നിന്നു. പൊന്നുമോളും നവാസിൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് ഉപ്പച്ചി ഞങ്ങളുണ്ട് ഉപ്പച്ചി, ഉപ്പച്ചി ഞങ്ങളെ വിട്ട് പോവാറില്ലല്ലോ. അത് എൻ്റെ മക്കളെ വിട്ട് ഇതുവരെയും പോയിട്ടില്ല, ഇനി പോട്ടെട്ടോ ഉപ്പച്ചി പോട്ടെട്ടോ. മക്കളേതാ വാരിയെടുത്ത് ചുംബിച്ചു. പെട്ടെന്ന് ഒരു തേങ്ങിക്കരച്ചിൽ. അതാ ഫസീല, അവൾ വല്ലാതെ കരയുന്നുണ്ടായിരുന്നു. ഫസീല സാരല്ല. ഫസീലയുടെ നെറുകിലും ഒരു ചുംബനം കൊടുത്തു. സലാം പറഞ്ഞു അവളോട്. അസ്സലാമു അലൈക്കും, ദുആ ചെയ്യണം കേട്ടോ. എന്നാൽ പൊന്നുമക്കൾ അതാ ഉപ്പച്ചിയുടെ പിന്നാലെ ഓടുകയാണ്. ഫസീല പിടിച്ചു വെച്ചിട്ടും നിൽക്കുന്നില്ല. മക്കളെ പോവല്ലേ മക്കളെ, ഉപ്പച്ചി ഉപ്പച്ചി പോവല്ലേ എന്ന് പറഞ്ഞ് പൊന്നും മോനും അതാ പിന്നാലെ ഓടുന്നു. അപ്പോഴേക്കും കുഞ്ഞു കാറ് സ്റ്റാർട്ട് ചെയ്തു. നവാസിന് തിരിഞ്ഞു നോക്കാൻ കഴിഞ്ഞില്ല. അവൻ കാറിലേക്ക് കയറി. കുഞ്ഞു വണ്ടിയെടുത്തോ. പെട്ടെന്ന് തന്നെ വണ്ടിയെടുത്ത് കാർ മുന്നോട്ട് നീങ്ങുമ്പോൾ ആ പൊന്നുമോന് കൈ നീട്ടിക്കൊണ്ട് ഉപ്പച്ചി ഉപ്പച്ചി എന്നെ വിട്ട് പോവല്ലേ, ഉപ്പച്ചി ഞാനും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു. ആ ഒരു കാഴ്ച കണ്ടു നിന്നവരെല്ലാം പൊട്ടിക്കരഞ്ഞു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.